വിവരങ്ങൾ നൽകിയത് റിയാസ് KMR ആണ്. കൊച്ചിയിൽ ഹൈബ്രിഡ് കഞ്ചാവുമായി സംവിധായകർ പിടിയിൽ. സംവിധായകരായ ഖാലിദ് റഹ്മാൻ, അഷ്റഫ് ഹംസ എന്നിവരാണ് പിടിയിലായത്. ഇവരിൽ നിന്നും 1.6 ഗ്രാം ഹൈബ്രിഡ് കഞ്ചാവ് പിടികൂടി. എറണാകുളം എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡിന് കിട്ടിയ രഹസ്യവിവരത്തെ തുടർന്ന് ഗോശ്രീ പാർക്കിന് സമയമുള്ള പൂർവ്വ ഗ്രാൻഡ് ബേ എന്ന ഫ്ലാറ്റിൽ നടത്തിയ പരിശോധനയിൽ രണ്ട് സിനിമാ സംവിധായകരടക്കം 3 പേരെ ഞങ്ങൾ കഞ്ചാവുമായിട്ട് പിടികൂടിയിട്ടുണ്ട്. ജാമ്യം കിട്ടുന്ന കേസായാൽ അവരെ വൈദ്യപരിശോധന നടത്തി ബാക്കി നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ജാമ്യത്തിൽ വിട്ടിട്ടുള്ളതാണ്. ഇവർക്ക് ആരാണ് സാധനം കൂടുതൽ സംബന്ധിച്ച് ചെറിയ സൂചന കിട്ടിയിട്ടുണ്ട്. അതിനെപ്പറ്റി വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ അന്വേഷണങ്ങൾ ഉണ്ടാകും. വിവരങ്ങളുമായി വിസ്മയ പ്രകാശ് ചേരുന്നു. വിസ്മയ, സിനിമാ മേഖലയിൽ ലഹരി ഉപയോഗമുണ്ട് എന്ന വാർത്തകൾ വന്നതിന് ശേഷം ഇപ്പോൾ മറ്റൊരു വാർത്ത വന്നിരിക്കുകയാണ്. നിരവധി ഹിറ്റ് പടങ്ങൾ അല്ലെങ്കിൽ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന സിനിമകളിൽ അടക്കം സംവിധായകരാണ് ഇപ്പോൾ കഞ്ചാവുമായി പിടിയിലായിരിക്കുന്നത്. എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ? ദീപ്തി, ഇന്നലെ രാത്രിയോടെ എക്സൈസിന് കിട്ടിയ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു എക്സൈസ് പോലീസ് ഓഫീസർമാർ അങ്ങോട്ടേക്ക് പോകുന്നതും അതുപോലെ തന്നെ ഈ സംവിധായകരെ പിടികൂടുന്നതും. ഒരു 11:30 കൂടിയാണ് ഈ കൊച്ചിയിലെ ഫ്ലാറ്റ് ഛായാഗ്രഹൻ സമീർ താഹിറിന്റെ ഫ്ലാറ്റിലേക്ക് പോകുന്നതും അവിടെ നിന്ന് ഈ 2 സംവിധായകന്മാരെ, അതായത് ഖാലിദ് റഹ്മാൻ, അഷ്റഫ് ഹംസ എന്ന് പറയുന്ന സംവിധായകന്മാരെ ഈ ഹൈബ്രിഡ് കഞ്ചാവുമായി പിടികൂടുന്നത് ഈ കൊച്ചിയിലെ ഫ്ലാറ്റിൽ നിന്നാണ്. പൂർണ്ണ ഗ്രാൻമ എന്ന് പറയുന്ന ഫ്ലാറ്റിൽ നിന്നാണ് ഇവരെ പിടികൂടുന്നത്. ഒരു 2 മണി 2:15 ആ ഒരു സമയത്തിന്റെ ഇടയിലാണ് ഇവരെ അറസ്റ്റ് ചെയ്യുന്നതും മറ്റ് നടപടികൾ, അതായത് ഇവരെ ഫ്ലാറ്റിൽ നിന്ന് ഇറക്കുന്നതും അങ്ങനെ മറ്റ് നടപടികൾ കൊണ്ടുപോകുന്നത് ഈ ഒരു സമയത്തായിരുന്നു. എന്തായാലും ഈ ഖാലിദ് റഹ്മാൻ, അഷ്റഫ് ഹംസ എന്ന് പറയുന്ന ഈ സംവിധായകന്മാർ മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ തന്നെ വളരെ അധികം നല്ല സിനിമകൾ ചെയ്ത 2 സംവിധായകന്മാരാണ്. ഇപ്പം ഖാലിദ് റഹ്മാന്റെ ഒരു വിജയകരമായി ഓടിക്കൊണ്ടിരിക്കുന്ന പടമാണ് ആലപ്പുഴ ജിങ്കാന എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അഷ്റഫ് ഹംസയാണെങ്കിലും സുലൈഖ മൻസിൽ, തമാശ, അങ്ങനെ ഒട്ടനവധി നല്ല വിജയകരമായി ഓടിക്കൊണ്ടിരുന്ന പടങ്ങൾ നിർമ്മിച്ച സംവിധായകരാണ് ഇരുവരും എന്ന് പറയുന്നത്. ഇവരെ മാത്രമല്ല, ഇവരുടെ ഒരു സുഹൃത്തും ഇവരുടെ കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ 3 പേരെയാണ് അവിടെ കൊച്ചി ഫ്ലാറ്റിൽ നിന്ന് പിടികൂടിയത്. എന്തായാലും ഇവരുടെ നടപടികൾ, അതായത് ഇവരുടെ വൈദ്യ പരിശോധനയൊക്കെ കഴിഞ്ഞ് നടപടികൾ കഴിഞ്ഞ് ഇവരെ ജാമ്യത്തിൽ വിട്ടയച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അതിൽ എക്സൈസ് ഇൻസ്പെക്ടർ പറയുന്ന പ്രകാരം ഇത് സ്ഥിരമായി ലഹരി ഉപയോഗിക്കുന്നവരാണ് എന്നാണ് എക്സൈസ് ഇൻസ്പെക്ടർ നൽകിയ വിവരം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ എന്ന് പറയാൻ നമുക്കറിയാം, ഈ സിനിമ മേഖലയിൽ ഈ ലഹരി എന്ന് പറയുന്ന കാര്യം വളരെയധികം ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. നാളെ 2 നടന്മാരെ ഈ ഒരു ലഹരി ഈ ഒരു കേസിൽ 2 നടന്മാരെ നാളെ ആലപ്പുഴയിൽ ചോദ്യം ചെയ്യാനിരിക്കുകയാണ്. ഇന്ന് 2 സംവിധായകരും കൂടെ ഇത്തരമൊരു ലഹരി എന്ന് പറയുന്ന ഇതിലോട്ടേക്ക് കടക്കുന്നത്. അതുപോലെ ഇവരിൽ നിന്ന് 1.6 ഗ്രാം ഹൈബ്രിഡ് കഞ്ചാവാണ് പിടികൂടിയത്. അതും ഒരു കാര്യമാണ്. ഹൈബ്രിഡ് കഞ്ചാവ് ഇവർക്ക് എവിടുന്ന് ലഭിച്ചു എന്നുള്ളത് ഒരു ചോദ്യം ഉന്നയിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. എന്തായാലും ഇവരുടെ ഇടനിലക്കാർ ആരാണ്, ഇതിലൊരു സൂചന കിട്ടിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ എക്സൈസ് ഇൻസ്പെക്ടർ നൽകിയ വിവരം. ഇത് ആരാണ് ഈ ഒരു ഹൈബ്രിഡ് കഞ്ചാവ് ഇവർക്ക് നൽകിയത്, ഇവരുടെ ഇടനിലക്കാർ ആരാണെന്നുള്ളതിനുള്ള അന്വേഷണം പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്തായാലും അതിനുള്ള സൂചന ലഭിച്ചിട്ടുണ്ടെന്നാണ് ഈ എക്സൈസ് ഇൻസ്പെക്ടർ നൽകിയ വിവരം. എന്തായാലും ഇതിൽ കൂടുതൽ അന്വേഷണങ്ങളും വിവരങ്ങളും ലഭിക്കേണ്ടതുണ്ട്. അതിൽ തന്നെ ഇതിൽ മുഖ്യമായി എല്ലാവരും നോക്കുന്ന, അല്ലെങ്കിൽ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ സിനിമാ സംഘടനകൾ ഇതിൽ എന്ത് നിലപാടെടുക്കും എന്നുള്ള ഒരു കാര്യം കൂടെ ഇതിൽ ഒരു മുഖ്യമായ ഒരു വിഷയമാണ്. ദീപ്തി, ശരി. വിസ്മയ പ്രകാശാണ് വിശദാംശങ്ങൾ നൽകിയത്.